ബംഗളൂരുവിൽ കൊല്ലപ്പെട്ട ബജ്രംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. വിലാപയാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കന്നഡ ജില്ലയിൽ വിശ്വഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്ത ബന്ദ് പൂർണ്ണമാണ്. പ്രദേശത്ത് നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, ഈ കൊലപാതകത്തിന് ഇടയാക്കിയ സംഭവം എന്താണ്? ഇതിന് പിന്നിൽ ആരൊക്കെയാണുള്ളത്? മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മംഗലാപുരം പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ കൊലപാതകത്തിന് കാരണമായ കാര്യം എന്നതിനെ സംബന്ധിച്ച് പോലീസ് വിവരങ്ങൾ നൽകുന്നില്ല. ഇന്നലെ 5-6 പേരടങ്ങിയ സംഘമാണ് സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തിയത് എന്നത് വ്യക്തമാക്കുന്ന വീഡിയോ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും അവരെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാരണങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് നിഗമനം. ഇവർ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ച വാഹനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഉടനടി തന്നെ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയത്ത് തന്നെ ഈ സുഹാസ് ഷെട്ടിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ പ്രദേശത്തെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അല്ലെങ്കിൽ സാധാരണക്കാരായ നാട്ടുകാരാണ് പങ്കെടുത്തുള്ളത്. വിലാപയാത്രയിലും സംസ്കാര ചടങ്ങുകളിലുമൊക്കെ വലിയ രീതിയിൽ ജനസമൂഹം ഒത്തുകൂടുന്ന ഒരു കാഴ്ച അവിടെ കണ്ടിരുന്നു. ഈ ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ യുവമോർച്ചയുടെ നേതാവായിട്ടുള്ള പ്രവീൺ ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവൻ ഹിന്ദു സംഘടനകൾക്ക് നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ അവിടെ അലയടിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കനത്ത പോലീസിന്റെ വലയത്തിലാണ് പ്രദേശം ഉള്ളത്. ദക്ഷിണ കന്നഡ ജില്ലയിലൊക്കെ ആയിരക്കണക്കിന് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നു. വിശ്വഹിന്ദു പരിഷത്തായിരുന്നു ബന്ദിന് ആഹ്വാനം ചെയ്ത്. ബന്ദ് പൂർണ്ണമാണ്. കടകൾ അടഞ്ഞു കിടക്കുകയാണ്. വാഹനങ്ങളൊന്നും ഓടുന്നില്ല. എല്ലാവരും സ്വമേധയാ തന്നെ ഈ ബന്ധുമായി സഹകരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ക്രമസമാധാന ചുമതലയുള്ള ADGP R ഹിതേന്ദ്ര ഉൾപ്പെടെയുള്ള ആളുകൾ മംഗളൂരുവിൽ എത്തിയിരുന്നു. ഇന്നലെ രാത്രി 8:30-ഓടെയാണ് ഈ സുഹാസ് ഷെട്ടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നം ഉടലെടുക്കുകയും വലിയ രീതിയിൽ പോലീസ് സന്നാഹത്തെ അവിടെ വിന്യസിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉള്ളത്. SDPI നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ സുഹാസ് ഷെട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ എന്തായാലും അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ബംഗളൂരുവിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ബജ്രംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. വിലാപയാത്രയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ദക്ഷിണ കന്നഡ ജില്ലയിൽ വിശ്വഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്ത ബന്ദ് പൂർണ്ണമാണ്. പ്രദേശത്ത് നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.